നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദി ആക്സിയൽ ലൈൻ ഓഫ് എ ഡൈപോൾ, ദാറ്റ് മീൻസ് എക്സ് ആക്സിസ് ഓഫ് എ ഡൈപോൾ എന്താണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് എ ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഡൈപോളിന്റെ വൈ ആക്സിസിൽ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണെന്നാണ് പഠിക്കുന്നത്. നമുക്കറിയാം ഡൈപോൾ എന്ന് പറഞ്ഞാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ് അല്ലെ. ഇത് രണ്ടും തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അതുപോലെ ഇതിനൊരു സെന്റർ ഉണ്ടായിരിക്കും. സെന്ററിൽ നിന്ന് ഓരോ ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ് എ എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇതാ ഇവിടെ നിന്ന് ഇതിന്റെ സെന്ററിൽ നിന്ന് ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന് നമ്മൾ പി എന്ന് കൊടുക്കുക. ഈ പി എന്നുള്ള പോയിന്റ് അപ്പോൾ ഡൈപോളിന്റെ വൈ ആക്സിസിലാണ്. ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്ലസ് ക്യൂവിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ്, അതേപോലെ മൈനസ് ക്യൂവിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇത് രണ്ടും നമുക്ക് ഇവിടെ കാണിക്കണം. നമുക്കറിയാം ഇവിടെ ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലെ. ഈ ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ആർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും നമുക്കറിയാം. എന്തായിരിക്കും? ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇവിടെയും അതുപോലെ തന്നെ ഇത് എ ഇത് ആർ. അപ്പൊ ഈ ഡിസ്റ്റൻസ് ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇങ്ങനെയായിരിക്കും. ഇനി പ്ലസ് ക്യൂ മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, അതുപോലെ മൈനസ് ക്യൂ മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ പിയിൽ, അതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നൽകാം. മാഗ്നിറ്റ്യൂഡ് ആണ് എഴുതുന്നത്, ഇക്വേഷന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് at P due to plus Q and minus Q. രണ്ട് ഇക്വേഷൻ എഴുതാൻ പോകുന്നത്. ആദ്യം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ പിയിലുണ്ടാകുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ദാറ്റ് ഈസ് 1 divided by 4 pi epsilon 0 into Q by R square. അപ്പോൾ ഇവിടെ Q എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസിറ്റീവ് ചാർജ് ആണ്. നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതിയാൽ മതി. ഇവിടെ നിങ്ങളുടെ ഡിസ്റ്റൻസ് എന്താണ്? ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അതിന്റെ സ്ക്വയർ എടുക്കണം, അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ. അപ്പോൾ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാം. അതേപോലെ ഇനി മൈനസ് ക്യൂ മൂലമുള്ള ചാർജ് ഇ ഓഫ് മൈനസ് ക്യൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 divided by 4 pi epsilon 0 into ഇവിടെ മൈനസ് ക്യൂ ആണ്, മാഗ്നിറ്റ്യൂഡ് എടുത്താൽ ക്യൂ ഡിവൈഡഡ് ബൈ ഇവിടെ ഡിസ്റ്റൻസ് ക്യൂവിൽ നിന്ന് പീരിയഡ് ഡിസ്റ്റൻസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഇതിന്റെ സ്ക്വയർ എടുത്താൽ ആ റൂട്ട് പോവും. അപ്പോൾ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. നമ്മളിങ്ങനെ രണ്ട് ഇക്വേഷൻ എഴുതി. ഇനി നിങ്ങളോട് നോക്കിയാൽ പ്ലസ് ക്യൂ മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ നോക്കുക. നമ്മൾ പി എന്നുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ടെസ്റ്റ് ചാർജ്, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇത് പ്ലസ് ആണ്, ഇത് പ്ലസ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഡയറക്ഷന് റിപ്പൽ ചെയ്യും അല്ലെ, ഇ ഓഫ് പ്ലസ് ക്യൂ. എന്നാൽ ഇ ഓഫ് മൈനസ് ക്യൂവിന്റെ ഡയറക്ഷൻ നോക്കുക. ഇത് മൈനസ് ആണ്, ഇവിടെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്, പ്ലസ് ആണ്. അപ്പോൾ അട്രാക്ഷൻ ആയിരിക്കും ഇ ഓഫ് മൈനസ് ക്യൂ. ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഡിഫറെന്റ് ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ നമ്മൾ അതിന്റെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് നേരിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ വെക്റ്റർ ലോ അപ്ലൈ ചെയ്യും. ഓക്കെ, വെക്റ്റർ ലോയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഈ പ്ലസ് ക്യൂവിനെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് എക്സ് ആക്സിലും വൈ ആക്സിലും ഓരോ വെക്ടേഴ്സ് ആയിട്ട് കിട്ടും. ഇതിനെ ഞാൻ എക്സ് ആക്സിലേക്കും സ്പ്ലിറ്റ് ചെയ്തു, അതുപോലെ വൈ ആക്സിലേക്ക്. എക്സ് ആക്സിൽ നമുക്കറിയാം ഇ ഓഫ് പ്ലസ് ക്യൂ കോസ് തീറ്റ. വെക്ടറിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എക്സ് ആക്സിലുള്ളത് കോസ് തീറ്റ ആയിരിക്കും. അതേപോലെ വൈ ആക്സിലാണെങ്കിലോ ഇ ഓഫ് പ്ലസ് ക്യൂ സൈൻ തീറ്റ. ഇതുപോലെ തന്നെ നമുക്ക് എവിടെയും സ്പ്ലിറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് ഇ ഓഫ് മൈനസ് ക്യൂവിനെയും സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ എക്സ് ആക്സിലേക്കുള്ളത് ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കും. അതെന്തായിരിക്കും? ഇ ഓഫ് മൈനസ് ക്യൂ
കോസ് തീറ്റ. എന്നാൽ y ആക്സിലേക്ക് താഴോട്ടുള്ളതോ E of minus q sin തീറ്റ. ഇങ്ങനെ നമുക്ക് 4 കോമ്പണൻസ് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ സിമെട്രി മൂലം E plus q sin തീറ്റയും E minus q sin തീറ്റയും ക്യാൻസൽ ചെയ്യും. ഒന്ന് മുകളിലും താഴെ ക്യാൻസൽ ചെയ്യും അല്ലേ? ഇത് ക്യാൻസൽ ചെയ്യും, അതുപോലെ ഇതും ക്യാൻസൽ ചെയ്യും. പിന്നെ നമുക്ക് കിട്ടുന്നത് ഏതാ? പിന്നെ നമുക്ക് കിട്ടുന്നത് ഇതാ E plus q cos തീറ്റ E minus q cos തീറ്റ. അപ്പോൾ നമ്മുടെ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കോമ്പണൻസിന്റെയും സമ്മായിരിക്കും. അപ്പോൾ ഞാനിവിടെ എഴുതാൻ പോവുകയാണ് റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ്. The resultant electric field at P, that is E equal to ഏതൊക്കെ നമ്മൾ പ്ലസ് ചെയ്യാം? ഒന്ന് E of plus q plus E of minus q, that is equal to E of plus q എന്ന് പറഞ്ഞാൽ എന്താണ്? 1 divided by 4 pi epsilon 0. E of plus q resultant electric field at P, that is E equal to ഏതൊക്കെയാണ്? ഒന്ന് E plus q cos തീറ്റ, മറ്റൊരു E minus q cos തീറ്റ. ഇത് രണ്ടും നമ്മൾ സം ചെയ്യാം. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. അപ്പോൾ E of plus q cos തീറ്റ plus E of plus q E of minus q cos തീറ്റ, that is equal to E of plus q എന്ന് പറഞ്ഞാൽ എന്താണ്? 1 divided by 4 pi epsilon 0 into q divided by r square plus a square into q divided by r square plus a square plus E of into ബാക്കി എന്തുകൊണ്ടവിടെ cos theta into cos theta plus E of minus q cos theta. E of minus q എന്താണ്? 1 by 4 pi epsilon 0 1 by 4 pi epsilon 0 into q divided by r square plus a square into cos theta അതുപോലെ തന്നെ അവിടെ എഴുതുന്നു. That is equal to ഇത് രണ്ടും കൂടി നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ രണ്ടും സെയിം ആണ് അല്ലേ? അപ്പോൾ പ്ലസ് ചെയ്യുമ്പോൾ 2 into 1 by 4 by epsilon 0 q by r square plus a square cos theta. നമുക്കറിയാം x plus x ആണ് 2x. അതേപോലെ ഇത് രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ 2 into 1 by 4 by epsilon 0 q divided by r square plus a square into cos theta. ഇനി നമ്മൾ ഇവിടെ cos theta എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ cos theta എന്താണെന്നുള്ളത് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇതാണ് that is here cos theta equal to cos theta എന്താണ്? adjacent side by hypotenuse അല്ലേ? adjacent side ഇവിടെ ഏതാണ്? a divided by hypotenuse ഏതാണ്? root of r square plus a square, square root of r square plus a square. ഈ cos theta യുടെ വാല്യൂ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ therefore E equal to ഇവിടെ നമുക്ക് 2 into 1 2 ആണ്. പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു q ഉണ്ട് അല്ലേ? പിന്നെ അതുപോലെ തന്നെ മുകളിൽ ഒരു cos theta. cos theta യുടെ വാല്യൂ നമ്മൾ ഇവിടെ എഴുതും. ഓക്കെ, അപ്പോൾ 2 into 1 divided by 4 by epsilon 0 q divided by r square plus a square into cos theta. cos theta എന്താണ്? a by a divided by root of r square plus a square, that is equal to ഇനി നിങ്ങൾ നോക്കുക 2 into 1 2 പിന്നെ മുകളിൽ a ഉണ്ട് q ഉണ്ട്. അപ്പോൾ മുകളിൽ നമുക്ക് 2a q divided by ഇനി താഴെ എന്താണുള്ളത്? 4 pi epsilon 0 r square plus a square. ഇതിന്റെ പവർ നമുക്ക് 1 ആണ്. root of r square plus a square നമുക്ക് എങ്ങനെ എഴുതാം? root of r square plus a square. ഇതിനെ നമുക്ക് r square plus a square all raised to 1 by 2 എന്ന് എഴുതാം അല്ലേ? root x നെ x raised to 1 by 2 എന്ന് എഴുതുന്ന രീതിയിൽ ഇതിനെ അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ടേം ഉണ്ട്. r square plus a square all raised to 1 ഉം r square plus a square all raised to 1 by 2.
എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ? എ റേസ് ടു എം പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പവർ നമുക്കറിയാം ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു എ റേസ് ടു എം പ്ലസ് എൻ ആണ്. അപ്പൊ 1 പ്ലസ് 1/2 അല്ലെ? 1 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ 3/2 ആണ്. അപ്പൊ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു 3/2 ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞ പോലെ തന്നെ when r is very very greater than a, when r is greater than a, then we can neglect the small distance a. നമ്മൾ ഇതിനെ നെഗ്ലെക്ട് ചെയ്യാം, a നെ നെഗ്ലെക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും? therefore e equal to 2aq അല്ലേ, 2aq divided by 4 pi epsilon 0 into ഇവിടെ ഇനി a നെ നമ്മൾക്ക് തൽക്കാലം ഒഴിവാക്കാം, a നെ ഒഴിവാക്കാം. അപ്പോൾ ബാക്കി എന്താ? r സ്ക്വയർ ഓൾ റേസ് ടു 3/2 എന്നാൽ 2 2 ക്യാൻസൽ ചെയ്താൽ r ക്യൂബ് 4 pi epsilon 0 r ക്യൂബ്. ഇവിടെ 2aq എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം we have p equal to 2aq, ഡൈപോൾ മൊമെന്റ് ആണ് 2aq അല്ലേ? അപ്പോൾ 2aq ഡിവൈഡഡ് p എന്ന് എഴുതാം. therefore e equal to p divided by 4 pi epsilon 0 r cube അല്ലേ? ഇനി നമ്മൾ ലാസ്റ്റ് കണ്ടീഷനിൽ ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെന്റും ഡയറക്ഷൻ എങ്ങനെയാണ്? ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ്, ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് ടു പോസിറ്റീവ്. സോ ഹിയർ E and P are in opposite direction. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് പി. അപ്പൊ നമുക്ക് ഇവിടെ ഒരു മൈനസ് കൊടുക്കാം. therefore E equal to ഡയറക്ഷൻ കൊടുക്കാം. E equal to minus p divided by 4 pi epsilon 0 r cube. ഇവിടെ മൈനസ് കൊടുക്കാനുള്ള കാരണം എന്താണ്? പിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പി. ഇതാണ് നമ്മുടെ final answer. This is the equation for electric field along the equatorial line of a dipole.